ലെറ്ററിനുള്ളിൽ ഒരു ലെറ്റർ. സം പാംപ്ലെറ്റ് ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ദി ഡ്രൈവർ ലൈസൻസ് സംതിങ് എഴുതി വെച്ചിട്ടുണ്ട്. ലൈസൻസ് എവിടെ? ലൈസൻസ് തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ആക്ച്വലി ഐ വാസ് പ്ലാനിങ് ടു ഗോ ഓൺ എ യാത്ര. ബട്ട് ഐ വാസ് ലൈക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല, എങ്ങനെ പോകും? ഐ എം ഗോയിങ് ബിക്കോസ് ഐ ഗോട്ട് ദ ലൈസൻസ് ബാക്ക്. സോ യാ, ലെറ്റ്സ് ഗോ. ട്രിപ്പ് എന്ന് കേട്ട പാടെ കേൾക്കാത്ത പാടെ ഞാൻ നേരെ കാർ അങ്ങ് ക്യാരവാൻ ആക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങി. അങ്ങനെ ബെഡും പില്ലോയൊക്കെ വെച്ച് ഈ കാർ ഒരു ക്യാരവാനാക്കി ഞാൻ മാറ്റി. പിന്നെ ഇലക്ട്രിക് ബ്ലാങ്കറ്റ്, നല്ല തണുപ്പുണ്ടേ പുറത്ത്. ഇതാണ് എൻ്റെ BNB. ഓക്കെ, ഇവിടുന്ന് 1.5 മണിക്കൂറിൻ്റെ യാത്രയാണ്. ആൻഡ് ദ ഡെസ്റ്റിനേഷൻ ഈസ് കേരി. എന്നാ പിന്നെ നമുക്ക് മംഗളകരമായിട്ട് പെട്രോൾ അടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ? ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു, കുട്ടി ഹാപ്പിയായി. നമുക്കിനി നമ്മുടെ യാത്ര തുടർന്നാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഐ എം ഓൾവേസ് വെരി എക്സൈറ്റഡ് അബൌട്ട് പെട്രോൾ ടാങ്ക് നാളെ എന്താ രസം. ഐ എം ഓൾവേസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ദ ട്രിപ്സ്. എനിവേസ്, സംസാരമൊക്കെ പിന്നെ യാത്ര തുടങ്ങാം. ബൈ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുട്ടി തുടങ്ങി. ആ ഇരുട്ടിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ട് ആദ്യം ഞാൻ എത്തിയത് എൻ്റെ കുഞ്ഞമ്മയുടെ അടുത്താണ്. കുഞ്ഞമ്മയുടെ കൂടെ കുറച്ച് കുശലമൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം കുഞ്ഞമ്മ അവിടുന്ന് ടാറ്റ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ കയറിപ്പോയി. രാത്രി ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞമ്മ പകച്ചുപോയി. അത് കാര്യമാക്കാതെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങി. ഓഗ്ഹൈൻ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു എൻ്റെ ഡെസ്റ്റിനേഷൻ. പക്ഷെ അവിടെ ഞാൻ കണ്ടതോ ഈ ബോർഡാണ്, റോഡ് ഫ്ലഡഡ്. അതായത് ആ വഴിക്ക് പോയാൽ വെള്ളം പൊങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, റോഡ് അടച്ചിരിക്കുകയാണെന്ന്. അതും കാര്യമാക്കാതെ അവിടുന്ന് ഒരു യൂട്ടേണും എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത്, അതായത് പ്ലാൻ ബിയിലോട്ട് പോയി. പ്ലാൻ ബിയിലോട്ട് എത്താൻ ഇനിയും 22 മിനിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ബ്ലാങ്കറ്റ് നമുക്ക് ചൂടാക്കാനിടാം. ഇഞ്ച് ബീച്ച്, അതായിരുന്നു എൻ്റെ പ്ലാൻ ബി. സേഫായിട്ട് എത്തി, സേഫായിട്ട് പാർക്ക് ചെയ്തു. സമയം 11 മണി ആയതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. രാവിലെ സൺറൈസിന് കാണാം. ആൻഡ് ഞാൻ പാർക്ക് ചെയ്തേക്കുന്ന ഒരു സ്പോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ക്യാമ്പർ വാനിനൊക്കെ പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെതായ സേഫ്റ്റിയും കാര്യങ്ങളും ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നാളെ രാവിലെ സൺറൈസിന് കാണാം. ബൈ ദ ബൈ, ഈ പരിസരത്ത് തന്നെ വേറെ ക്യാമ്പർ വാൻസ്, അതായത് പ്രോപ്പർ കാരവാൻസ് ആൻഡ് ക്യാമ്പർ വാൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് ഒതുക്കി പാർക്ക് ചെയ്തേക്കാ എന്നേ ഉള്ളൂ. പിന്നെ ഈ പാർക്കിംഗ് സ്പോട്ടിൽ തന്നെ ടോയ്ലറ്റ്സും അവൈലബിൾ ആണ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ബെഡേ കിടന്ന് തിരുമറി നടത്തുന്ന പോലെ തന്നെ കാറിനകത്ത് ഞാൻ തിരുമറി നടത്തി എത്തിയതൊരു മൂലയ്ക്കാണ്. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് സൺറൈസ് സമയത്ത് തന്നെ ഞാൻ എണീറ്റു. കെരി എന്ന കൗണ്ടിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇഞ്ച് ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സമയമായതുകൊണ്ട് തന്നെ അധികം ജനക്കൂട്ടം ഒന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ആളാണ്. അങ്ങനെ നീളത്തിൽ വിജൃംഭിച്ച് കിടക്കുന്ന ഒരു ബീച്ചാണ് ഈ ബീച്ച്. അധികം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അലകളുടെ ശബ്ദവും പിന്നെ ഫ്രഷ് എയറും അടിപൊളി വൈബായിരുന്നു. ചെറുപ്പത്തിൽ ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പ് കുറെ കാണുമായിരുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ഈ യാത്രയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു വിസ്മയപൂർവ്വമായ മനോഹര തീരത്താണ്. കടലിന്റെ അഴച്ച നിറയും അലയുടെ മൃദുല ഗീതങ്ങളും നേരത്തെ എഴുതി വെച്ച പോലെ ഒരു ചിത്രത്തിന്റെ ഭാഗമായി തോന്നുന്ന ഈ തീരം, ഇത് കാണുമ്പോൾ തന്നെ ഒരു വിസ്മയം തന്നെ അല്ലേ? അതിമനോഹരമായ അതിലേറെ അടിപൊളിയായ ഒരു സൺറൈസ് കണ്ടു. അടിപൊളി തണുപ്പാണ്, അടിപൊളി തണുപ്പ്, എനിക്കൊരു രക്ഷയില്ല. കുറച്ചുകൂടെ ആക്സസറീസ് ഒക്കെ ഇട്ടുകൊണ്ട് വരായിരുന്നു. ഇറ്റ്സ് വെരി കോൾഡ്. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ നം ആയിരിക്കുകയാണ്. എനിക്കൊന്നും ഫീലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി അധികം വീഡിയോസ് എടുക്കുന്നില്ല. പോക്കറ്റ് വെക്കാൻ പോവാണ് ഫോണൊക്കെ. കയ്യും പോക്കറ്റ് വെക്കാൻ പോവാണ്. കാറിന് കുറച്ച് ദൂരം കൂടെ ഉണ്ട്. സോ കാറിൽ കാണാം. കാറിനോട് ചൂടാവുന്നില്ല. തണുത്തിട്ട് അയ്യേ വെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
നല്ല തണുപ്പാണ്. ഡാഡി ആർമിയിലായതുകൊണ്ട് മമ്മി ഡാഡിയുടെ കൂടെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെ കൂടി ഞാനും ഒരു യാത്രാ സ്നേഹിയായി. സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഒന്ന് യാത്ര ചെയ്ത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. യാത്ര എന്നല്ല, വെറുതെ വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോയാലും മതി. എനിക്ക് യാത്ര ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. ഒരു സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്ത് പോവുക, പുതിയ ആൾക്കാരെ കാണുക, അവിടുത്തെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. കാറോ ബസ്സോ ട്രെയിനോ ഫ്ലൈറ്റോ എങ്ങനെയായാലും യാത്ര ചെയ്യുക, അത്രേ ഉള്ളൂ എനിക്ക്. നമുക്കുള്ള ഒരു ലൈഫ് ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് തീർക്കാനുള്ളതല്ലല്ലോ, അല്ലേ? എല്ലാ യാത്രകളും വലിയ വലിയ എക്സ്പീരിയൻസ് ഒക്കെ തരണമെന്നില്ല. ഇന്ന് കണ്ട ആ ഉദിച്ച സൂര്യനും ആ ശാന്തമായ കടലും അതൊക്കെ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? കുശലം പറഞ്ഞ് വീടെത്തിയതറിഞ്ഞില്ല. യാത്രയെക്കുറിച്ചാണെങ്കിൽ ഞാൻ വാതോരാതെ സംസാരിക്കും. ഇനി ഇഷ്ടപ്പെടെ നമ്മുടെ ക്യാരവാൻ സെറ്റപ്പ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് കാർ സെറ്റപ്പിലോട്ട് തിരിച്ചു വരാം. സേഫായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ഒന്ന് കുളിക്കണം, ഒന്ന് ഉറങ്ങണം. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.